ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ തുടങ്ങിയേക്കാണ്. പിള്ളേർക്ക് വെക്കേഷനൊക്കെ തുടങ്ങിയേക്കാണ്. അപ്പോൾ പിള്ളേരെ മൊബൈലിൽ നിന്ന് മാത്രം മാറ്റാനായിട്ട് നമ്മളൊരു പണി കണ്ടുപിടിച്ചു. കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ രണ്ടുപേർക്കും ചെറിയൊരു കൃഷിസ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പറമ്പിൽ മണലില്ലാത്തത് കാരണം പ്രിയയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ചാക്കിൽ മണൽ നിറക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുക. അപ്പോൾ ഇത് പ്രിയയുടെ പറമ്പാണ്. അപ്പോൾ അവിടെ നിന്ന് മണൽ നമ്മൾ 3-4 ചാക്കിലാക്കിയിട്ട് ആ ചാക്ക് നമ്മുടെ കാറിൻ്റെ അകത്ത് കയറ്റിയിട്ട് പിന്നെ വല്ലക്കുന്നി കൊണ്ടുവന്ന് ഇറക്കി. ഏകദേശം പ്രിയയുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്, വല്ലക്കുന്നിൽ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ ഒരു ബഡ് എന്താണ് ഈ പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള ബഡ് നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ സ്ഥലമൊന്നുമില്ല, ചെറിയൊരു വരമ്പ് പോലത്തെ സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ ആ വരമ്പ് പോലത്തെ സ്ഥലത്ത് നമ്മൾ പലകയൊക്കെ വെച്ച് അടിച്ചിട്ട് ഒരു ബഡ് ശരിയാക്കിയിട്ട് അപ്പോൾ അവിടെ ഈ നല്ല വളക്കൂറുള്ള ഈ മണൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ട് ആ മണ്ണിൽ ചെടി അല്ലെങ്കിൽ കൃഷി എന്തെങ്കിലും മുളപ്പിക്കണം എന്നാണ് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഈ വെയിലത്ത് നമ്മുടെ ചാക്കിൽ 5 ചാക്കിൻ്റെ അകത്ത് നമ്മൾ മണൽ നിറച്ച് നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി വല്ലക്കുന്നി കൊണ്ടുവന്ന് ഇറക്കി. ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ കൃഷിസ്ഥലം റെഡിയാക്കാൻ പോണത്. അപ്പോൾ ചാക്കുകൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ്. അപ്പോൾ ഏകദേശം 5 ചാക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ സ്കൂട്ടറിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാരണം നമ്മൾ കാറിൽ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇനി 5 ചാക്കിലെ മണ്ണൽ ഇവിടെ റെഡിയാക്കണം, ആ ബഡിൽ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് എണീക്കണേക്കാളും മുമ്പ് ഞാൻ പോയത് കാരണം അവൾ പരാതിയായിട്ട് വന്നേക്കാണ്. എന്തുകൊണ്ടാണ് അവളെ വിളിക്കാണ്ട് പോയത്, അവൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോണ. ഈ മതിലിനോട് ചേർന്നിട്ട് ചെറിയൊരു എന്താണ് ഈ പലകയൊക്കെ വെച്ചിട്ട് ഒരു ബഡ് പോലെ ഉണ്ടാക്കിയിട്ട് ആ ബെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ തൈകൾ നടാൻ പോണ. തൈ എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ തൈയൊന്നും എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പോൾ മുളകിൻ്റെ തൈ അപ്പുറത്ത് മുളച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വന്നിട്ട് ഇവിടെ നടാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കണം. എന്തെങ്കിലും ഒരു മൈൻഡ് റിലീഫിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കൃഷി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കണം. അപ്പോൾ നമ്മൾ വളക്കൂറുള്ള മണ്ണ് നമ്മുടെ ബെഡിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെഡാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേശ്ശെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടതേ. അപ്പോൾ നമ്മളവിടെ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ പലകട ഉള്ളിൽ എംറ്റി ആയിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു, അവിടെ നമ്മുടെ മണലിട്ടിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ പൈപ്പ് വന്നേക്കണത് മുകളിൽ വെള്ളം, അതായത് മഴ പെയ്യാൻ നേരത്ത് നമ്മുടെ റൂഫിൽ നിന്നുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ഇട്ടേക്കണം. അപ്പോൾ അത് കുറച്ച് ഭാഗമുള്ളൂ. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചെടിയൊക്കെ നടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിക്ക് പറ്റിയൊരു പ്ലാന്റ് നടണം എന്നൊക്കെയാണ് വിചാരിക്കണം. അപ്പോൾ അവിടെ ഒരു തുളസി ഉണ്ടായിരുന്നു, ആ തുളസി എടുത്ത് മാറ്റിയിട്ട് ചെറിയൊരു തുളസിത്തറ ഉണ്ടാക്കി. തുളസിത്തറയിൽ വിളക്കൊക്കെ വെക്കാന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബെഡ് നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഏകദേശം മണലൊക്കെ ഫില്ല് ചെയ്ത് ഇതിപ്പോൾ നമ്മുടെ ക്യാമറയിൽ എടുത്തപ്പോഴേ അതിൻ്റെ കളർ വേരിയേഷൻ മാറിക്കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണുന്നത്. സത്യത്തിൽ നമ്മളിത് ചെയ്യേണ്ടത് ഏകദേശം ഒരു 12 മണിക്കൊക്കെയാണ്. മറ്റതിൻ്റെ കളർ കോമ്പിനേഷനിലുള്ള ടൈമിൽ തന്നെയാണ് നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ബെഡ് റെഡിയാക്കിയിട്ടാണ് ഈ സമയത്ത് തന്നെയുണ്ട് മറ്റേതും ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ മാറിക്കൊണ്ടുള്ള ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന സാധനം കണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് പ്രിയ മേടിച്ചാണ്. അത് എവിടെ നിന്ന് മേടിച്ചാണെന്നൊക്കെ ഉള്ളത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ പ്ലാന്റ്, നമ്മുടെ ചില്ലിയുടെ പ്ലാന്റ് എടുത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തു. ഇത് ചില്ലിയുടെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളക് മേടിച്ച് ഉണക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വേസ്റ്റ് ഉണ്ടാവില്ലേ, അത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ആ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് ഇട്ടിട്ട് അത് മുളച്ച് വന്നേക്കണ പ്ലാന്റ്സാണ് ഇപ്പോൾ നട്ടേക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ തുളസിയില്ലേ, ആ തുളസി നമ്മുടെ ആ ഒരു ബെഡിൻ്റെ ഉള്ളിലായിരുന്നു. അതിനടുത്ത് മാറ്റിയിട്ട് ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള ഒരു ചട്ടി, 80 രൂപയാണ് ഈ ചട്ടിക്ക്. ഈ ചട്ടി മേടിച്ചു. അതോടൊപ്പം പറമ്പിലുണ്ടായിരുന്ന ഈ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഒരു തുളസിത്തറ പോലെ ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മൾ നനയ്ക്കാണ്. ഇപ്പം നനച്ച് 1 ദിവസം നനക്കുന്നൊരു രംഗോണി കാണുന്നത്. പിന്നെ 2-3 ദിവസം കണ്ടിന്യൂസ് മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ മഴയത്തൊക്കെ സംഭവം ഊർജ്ജസ്വലമായിട്ടൊക്കെ അങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഭാഗം എഡൂനും ഒരു ഭാഗം ഈടിക്കുള്ളതാണ്. അപ്പോൾ ഒന്ന് നനച്ച് പ്ലാന്റ് ചെയ്ത് ഒന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ നോക്കാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അവർക്ക് അവർ ഫുൾ ടൈം മൊബൈലിൽ നിന്നൊക്കെ മാറാനായിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികൾ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഗിനിക്കുട്ടനുണ്ട്, പിന്നെ നമ്മുടെ നോട്ടിക്കുട്ടനുണ്ട്. അവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ വീഡിയോ വേറെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക്